എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഇൻവെർട്ടർ ബോർഡാണ്. അതായത് 12 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 220 വോൾട്ട് ഔട്ട് വരുന്ന ഇൻവെർട്ടർ ബോർഡാണിത്. ഇതിനകത്ത് 150 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പവർ സോഴ്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം BMS ബോർഡ് വെച്ച് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ബാറ്ററി പാക്കാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഞാനിത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഇതിനകത്തുനിന്ന് വരുന്ന AC ഔട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ നമുക്കൊരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വയറിൽ. നമുക്കിനി ഇതിൻ്റെ പവർ കൊടുക്കാം. ഓക്കെ, പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന AC ഔട്ടാണിപ്പോൾ. നമുക്കിനി ഒരു ഹോൾഡറെ കണക്ട് ചെയ്തേക്കുന്ന ഈ ബൾബ് ഇതിലോട്ട് കൊടുത്തു നോക്കാം. കണ്ടില്ലേ ഗൈസ്, നല്ല വൃത്തിക്ക് കത്തുന്നത്. നമുക്കിതൊന്ന് വിട്ട് കഴിഞ്ഞാൽ കെട്ടുപോകും. കണ്ടില്ലേ, കത്തി. ഇതുകൊണ്ടൊക്കെയുള്ള ബൾബൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് കത്തി നിൽക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ സീലിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് LED കണക്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ ഗൈസ്, കത്തുന്നത്. ഇനി ഞാൻ ഇതിനകത്തോട്ട് എൻ്റെ മൊബൈൽ ഫോണോടെ കണക്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ ഗൈസ്, മൊബൈലിൻ്റെ ചാർജ് കയറുന്നത്. അപ്പോൾ ഇതുകൊണ്ട് പല പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ 100 വാട്ട്സ്, 150 വാട്ട്സ്, 200 വാട്ട്സ് അങ്ങനെ പല വേരിയൻറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മളിത് മേടിച്ച് ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കപ്പ് വരുന്നത് നമ്മുടെ ഇതുകൊണ്ടുള്ള ബാറ്ററി സെല്ലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു സെൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തൊരു കയറി കണ്ടു കഴിഞ്ഞ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലാവും. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രൊജക്റ്റൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും.